മക്കളെ നമസ്കാരം. നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹിൽബർട്ട് സ്പേസ് എന്ന കൺസെപ്റ്റാണ്. സോ തിങ്ക് അബൌട്ട് എ ഹിൽബർട്ട് സ്പേസ്. ഇഫ് യു ഗിവൺ എ വെക്ടർ സ്പേസ് and a new function called inner product. Inner product is a function from x cross x into k which satisfies the following five or six conditions. Then this x becomes an inner product space, and there will be a norm related to this inner product. That norm is called the Hilbertian norm, and our x is complete with respect to this norm. Then that space is called a Hilbert space. That is the actual definition of a Hilbert space. That means a Hilbert space is an inner product space which is complete with respect to the Hilbertian norm. Hilbertian norm is the norm generated from the inner product on that vector space. അപ്പോൾ given വെക്ടർ സ്പേസിലുള്ള ഇന്നർ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കണ്ടെത്തുന്ന നോമിനെ നമ്മൾ ഹിൽബേർഷ്യൻ നോം എന്നും, ആ ഹിൽബേർഷ്യൻ നോം വെച്ചുകൊണ്ട് ഗിവൺ സ്പേസ് കംപ്ലീറ്റ് ആവുക, അതായത് ഒരു കോഷി സീക്വൻസ് കൺവേർജൻ്റ് ആണെങ്കിൽ നമ്മൾ ആ സ്പേസിനെ ഹിൽബർട്ട് സ്പേസ് എന്ന് വിളിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നർ പ്രൊഡക്റ്റിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ഡെഫിനിഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഇന്നർ പ്രൊഡക്റ്റ് ഈസ് എ ഫംഗ്ഷൻ. അത് ഓരോ സ്പേസിനും ഓരോ ഡെഫിനിഷൻസ് ആയിരിക്കും. ഇവിടെ ഇത് കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണമെന്ന് പറയുന്നത് ഫോളോയിങ് കണ്ടീഷൻ. നോൺ നെഗറ്റിവിറ്റി കണ്ടീഷനാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് കോൺജുഗേറ്റ് സിമെട്രി. ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് വൈ ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് വൈ വിത്ത് എക്സ് ഹോൾ കോൺജുഗേറ്റ്. കാരണം ഈ കോൺജുഗസി പറയുന്നത് കെ ആയതുകൊണ്ടാണ്. കെ മീൻസ് ആർ ഓർ സി ആണ്, കോംപ്ലക്സ് പോസിബിലിറ്റി ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, റിയൽ ആണെങ്കിൽ ഇത് സിമെട്രി തന്നെയായിരിക്കും വരിക റിയൽ വെക്ടർ സ്പേസുകളാകുമ്പോൾ. ഓക്കെ, അതായത് ആർ എൻ ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് വൈയുടെ വാല്യൂം ഇന്നർ പ്രൊഡക്റ്റ് വൈ വിത്ത് എക്സിൻ്റെ വാല്യൂം സെയിം ആയിരിക്കും. ഇനി ഇന്നർ പ്രൊഡക്റ്റ് കെ എക്സ് വിത്ത് വൈ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞാൽ ഫസ്റ്റ് വേരിയബിളിൽ ലീനിയാരിറ്റി സാറ്റിസ്ഫൈ ചെയ്യും, അതിനെ പുറത്തേക്ക് എടുക്കാം. അതേ സ്ഥാനത്ത് അതുപോലെ അഡീഷൻ ഫസ്റ്റ് വേരിയബിളിലും സെക്കൻഡ് വേരിയബിളിലും സാറ്റിസ്ഫൈ ചെയ്യും. ഇന്നർ പ്രൊഡക്റ്റ് എക്സ് പ്ലസ് വൈ വിത്ത് സെഡ് ഈക്വൽ ടു എക്സ് വിത്ത് സെഡ് പ്ലസ് വൈ വിത്ത് സെഡ് എന്ന് എഴുതാം. ഇതുപോലെ തന്നെയാണ് രണ്ടാമത്തെ വേരിയബിളിലും അഡീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷേ രണ്ടാമത്തെ വേരിയബിളിൽ സ്കാലാർ മൾട്ടിപ്ലിക്കേഷൻ എടുക്കുമ്പോൾ കോൺജുഗേറ്റ് ആണ് വരിക. കാരണം മുകളിലെ രണ്ടാമത്തെ പ്രോപ്പർട്ടി കോൺജുഗേറ്റ് സിമെട്രി കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഓക്കെ, ഇത്രയും കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഗിവൺ സ്പേസിനെ ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്ന് വിളിക്കും. ധാരാളം എക്സാമ്പിളുകളുണ്ട്. ഫൈനൈറ്റ് ഡൈമെൻഷൻ സ്പേസ് പറഞ്ഞു കഴിഞ്ഞാൽ ആർ എന്നും സി എന്നിലൊക്കെ നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെ നോക്കാം. ആർ എന്നിലാണെങ്കിൽ കമ്പോണൻറ്റ് വൈസ് മൾട്ടിപ്പിൾ ചെയ്ത് ആഡ് ചെയ്യാനാണ്. അതായത് ഇപ്പോൾ എക്സ് ഈസ് എ മെമ്പർ ഇൻ ആർ എൻ ആൻഡ് എക്സ് ആൻഡ് വൈ ആർ ടു മെമ്പേഴ്സ് ഇൻ ആർ എൻ, ദെൻ ദേ ആർ ഓഫ് ദ ഫോം ഫൈനൈറ്റ് സീക്വൻസ് എൻ ടൂപ്പിൾസ്, and then the product x with y can be written as the summation j varies from 1 to n xj yj. Actually yj conjugate ഉണ്ട്, റിയൽ ആയതുകൊണ്ടാണ് അത് മിസ്സായി പോകുന്നത്. ബട്ട് ഇൻ കേസ് ഓഫ് സി എൻ അത് സെക്കൻഡ് വേരിയബിൾ ടേമിൻ്റെ കമ്പോണൻസിൻ്റെ കോൺജുഗേറ്റ് കൊണ്ടാണ് മൾട്ടിപ്പിൾ ചെയ്യുക. ഓക്കെ, ഇനി L2 സ്പേസിലും ഇതുപോലെ നമുക്ക് ഡിഫൈൻ ചെയ്യാം. സ്മോൾ L2 സ്പേസിലാണെങ്കിൽ ഡിഫൈൻ ചെയ്യുന്നത് ഇൻഫിനിറ്റ് സമേഷൻ ഫോമിലായിരിക്കും. L2 സ്പേസ് പറഞ്ഞു കഴിഞ്ഞാൽ 2 സമ്മബിൾ സീക്വൻസസ് ആണ്, കോംപ്ലക്സ് സീക്വൻസസ് ആണ്. അപ്പോൾ L2 എല്ലാ മെമ്പറും കോംപ്ലക്സ് സീക്വൻസസ് ആണ്. അത് 2 സമ്മബിൾ ആയിരിക്കും. 2 സമ്മബിൾ മീൻസ് ആ സമേഷൻ ഓഫ് സിഗ്മ ജെ വേരീസ് ഫ്രം 1 to ഇൻഫിനിറ്റി മോഡ് എക്സ് ജെ സ്ക്വയർ ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നുള്ളത് തന്നെയാണ്. കൺവേർജൻസ് പറയുന്നതാണ്. ഓക്കെ, ഇനി അതിനകത്തുള്ള രണ്ട് സീക്വൻസുകളുടെ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കമ്പോണൻറ്റ് വൈസ് മൾട്ടിപ്പിൾ ചെയ്യുന്നതിൽ സെക്കൻഡ് ടേമിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് ആഡ് ചെയ്യുന്നതാണ്. ഇതുപോലെ തന്നെയാണ് ക്യാപിറ്റൽ L2 സ്പേസിൽ നമുക്കൊരു ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യുമ്പോൾ LP സ്പേസിൽ ജനറൽ നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യുന്നില്ല. പകരം L2ലും ക്യാപിറ്റൽ L2ലുമാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ക്യാപിറ്റൽ L2 എന്ന് പറഞ്ഞാൽ ക്ലാസസ് ഓഫ് 2 ഇൻറ്റഗ്രബിൾ ഫങ്ഷൻസ് എന്ന് പറയുന്നതാണ്. അപ്പോൾ അതിനകത്ത് 2 ഇൻറ്റഗ്രബിൾ ഫങ്ഷൻസ് എഫ് എം ജി തന്നിട്ടുണ്ടെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇൻറ്റഗ്രൽ ഓവർ ഇ എഫ് ഇൻറ്റു ജി കോൺജുഗേറ്റ് അല്ലെങ്കിൽ എഫ് ഓഫ് ടി ഇൻറ്റു ജി ഓഫ് ടി കോൺജുഗേറ്റ് എന്ന് പറയും. ഓക്കെ, ഡി ടി എഫ് ഓഫ് ടി ജി ഓഫ് ടി കോൺജുഗേറ്റ് ഡി ടി എന്നാണ് പറയുക. ഓക്കെ, ഇനി ഇവിടെ എൽ പി സ്പേസിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിരിക്കുന്നത് അത് ക്ലാസസ് ഓഫ് പി ഇൻറ്റഗ്രബിൾ ആയിരിക്കും. എൽ പി ഓഫ് ഇ എന്ന് പറയുമ്പോൾ ഇവിടെ ലെബേക്ക് മെഷറാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്, പ്രത്യേകം ഓർക്കുക. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കോഷീസ് കോസ് ഇൻഇക്വാലിറ്റിയാണ് ആൻഡ് ദ ഹിൽബേർഷ്യൻ. അപ്പോൾ ഒരു തിയറത്തിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഗിവൺ ഒരു ഇന്നർ പ്രൊഡക്റ്റ് തന്നിരിക്കുന്നു, 2 വെക്റ്റേഴ്സ് എക്സും വൈയും തന്നിട്ടുണ്ട്.
ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് തന്നിട്ടുണ്ട്. ലെറ്റ് എക്സ് ബി ആൻ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് വിത്ത് ദ ഇന്നർ പ്രൊഡക്റ്റ് നൊട്ടേഷൻ ആൻഡ് എക്സ് ആൻഡ് വൈ ആർ ദി ടു points in that space. Then the following inequality, that inequality is called the Cauchy's inequality, that says what modulus of inner product x with y less than or equal to inner product xx raised to 1/2 into inner product y raised to 1/2. അപ്പോൾ നമുക്കത് ഇതിൽ ഈക്വാളിറ്റി ഉണ്ടാവണമെങ്കിൽ എക്സും വൈയും ഡിപ്പെൻഡൻ്റ് ആണെങ്കിലാണ് ഈക്വാളിറ്റി ഉണ്ടാകുന്നത്. ഇഫ് ആൻഡ് ഓൺലി കണ്ടീഷനാണ്. അപ്പോൾ ഞാൻ ആദ്യം ഈ ഇൻഇക്വാളിറ്റി പ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ലെറ്റ് us take p of x is equal to xx raised to 1/2 and p of y is equal to y raised to 1/2 x element of h. അപ്പോൾ ഏതെടുത്താലും അതിനനുസരിച്ച് വരുന്നു മാത്രം. നൗ ഫോർ എനി ലാംഡ എലമെൻറ്റ് ഓഫ് സി, ഏത് കോംപ്ലക്സ് നമ്പർ എടുത്താലും നമുക്കൊരു കാര്യം അറിയാം, 0 ലെസ് ആർ ഈക്വൾ ടു ഇന്നർ പ്രൊഡക്റ്റ് എക്സ് മൈനസ് വൈ എക്സ് മൈനസ് ലാംഡ വൈ എക്സ് മൈനസ് ലാംഡ വൈ. കാരണം അത് ഇന്നർ പ്രൊഡക്റ്റ് ആദ്യത്തെ പ്രോപ്പർട്ടിയാണ്. ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് എക്സ് ഈസ് ഗ്രേറ്റർ ആർ ഈക്വൽ ടു 0 ആണ്. ഇവിടെ എക്സിന് പകരം എക്സ് മൈനസ് ലാംഡ വൈ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ലീനിയാരിറ്റിയും അതുപോലെ സെക്കൻഡ് വേരിയബിളിലെ കോൺജുഗേറ്റ് സിമെട്രിയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തത് എക്സ് വിത്ത് എക്സ് ആയി മാറും. മൈനസ് ഇന്നർ പ്രൊഡക്റ്റ് ലാംഡ എക്സ് വിത്ത് വൈ ആണ്. ലാംഡയെ പുറത്തെടുക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ മൈനസ് ലാംഡ ഇൻറ്റു വൈ വിത്ത് എക്സ് എടുക്കാം. നെക്സ്റ്റ് ടേമിൽ വരുമ്പോൾ ലാംഡയും ലാംഡ കോൺജുഗേറ്റും പുറത്തേക്ക് വരുന്നു. അതാലോചിക്കുക. വിച്ച് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് എക്സ് പറഞ്ഞാൽ പി ഓഫ് എക്സ് സ്ക്വയർ ആയിരിക്കും. പ്ലസ് അല്ല, ഇവിടെ മൈനസ് ഓഫ് മൈനസിനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ലാംഡ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് വൈ പ്ലസ് ലാംഡ ഇൻറ്റു വൈ വിത്ത് എക്സ് കോൺജുഗേറ്റ് പ്ലസ് ലാംഡ ഇൻറ്റു ലാംഡ കോൺജുഗേറ്റിൻ്റെ വാല്യൂ മോഡ് ലാംഡ സ്ക്വയർ ആണ്. മോഡ് ലാംഡ സ്ക്വയർ ഇൻറ്റു പി ഓഫ് വൈ സ്ക്വയർ. അപ്പോൾ പി ഓഫ് എക്സ് സ്ക്വയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലാംഡ ഇൻറ്റു എക്സ് വിത്ത് വൈ എന്ന് പറഞ്ഞാൽ സെഡ് ആണെങ്കിൽ അടുത്ത ടേം അതിൻ്റെ കോൺജുഗേറ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെടുക്കാൻ പറ്റും? സെറ്റ് പ്ലസ് സെറ്റ് കോൺജുഗേറ്റ് ആണ് 2 ടൈംസ് റിയൽ പാർട്ട് എന്നാണ് അർത്ഥം. അപ്പോൾ 2 ടൈംസ് റിയൽ പാർട്ട് ഓഫ് ലാംഡ വിത്ത് ഇന്നർ പ്രൊഡക്റ്റ് വൈ എക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, പ്ലസ് മോഡ് ലാംഡ സ്ക്വയർ ഇൻറ്റു പി ഓഫ് വൈ. ഇനി ഒരു നമ്മൾക്ക് ലാംഡ ചൂസ് ചെയ്യാൻ പോവുകയാണ്. അതിനുവേണ്ടി ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് വൈ നോട്ട് ഈക്വൽ ടു 0 എന്ന് എടുത്തു. ആൻഡ് ചൂസ് ലാംഡ ആസ് പി ഓഫ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇന്നർ പ്രൊഡക്റ്റ് വൈ വിത്ത് എക്സ്. പ്രത്യേകം ശ്രദ്ധിക്കുക, പി ഓഫ് എക്സ് സ്ക്വയർ, പി ഓഫ് എക്സ് എന്ന് പറയുന്നത് ഒരു റിയൽ നമ്പറാണ്. ഇന്നർ പ്രൊഡക്റ്റ് വൈ വിത്ത് എക്സ് ഒരു കോംപ്ലക്സ് നമ്പറാണ്. ദാറ്റ് കോഷ്യൻ മസ്റ്റ് ബി എ കോംപ്ലക്സ് നമ്പർ. ദാറ്റ് മീൻസ് ലാംഡ ഈസ് എ കോംപ്ലക്സ് നമ്പർ. അത് പർട്ടിക്കുലർ കേസായിട്ട് നമ്മൾ എടുത്തു. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഓൾറെഡി മുകളിലുള്ള ഇനിക്വാളിറ്റി തന്നെ എഴുതി. എക്സ് മൈനസ് ലാംഡ വൈ വിത്ത് എക്സ് മൈനസ് ലാംഡ വൈ അതിൻ്റെ വാല്യൂ എഴുതി. ലാംഡയുടെ വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2 ടൈംസ് റിയൽ പാർട്ട് ഓഫ് പി ഓഫ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഇന്നർ പ്രൊഡക്റ്റ് വൈ വിത്ത് എക്സ്. ഇന്നർ പ്രൊഡക്റ്റ് വൈ വിത്ത് എക്സ് അത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. അപ്പോൾ നമുക്ക് പിന്നെ ലാംഡയിലും വേണമെങ്കിൽ മോഡ് ലാംഡ സ്ക്വയറിലെ ലാംഡയിലും ആദ്യമേ വേണമെങ്കിൽ കൊടുക്കായിരുന്നു. അവസാനമാണ് കൊടുക്കുന്നത് മാത്രം. അപ്പോൾ 2 ടൈംസ് റിയൽ പാർട്ട് ഓഫ് പി ഓഫ് എക്സ് സ്ക്വയർ ആയി മാറും. പ്ലസ് മോഡ് ലാംഡ സ്ക്വയർ ഇൻറ്റു പി ഓഫ് വൈ സ്ക്വയർ. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2 ടൈംസ് പി ഓഫ് എക്സ് സ്ക്വയർ. കാരണം പി ഓഫ് എക്സ് സ്ക്വയർ റിയൽ നമ്പർ ആയതുകൊണ്ട് അതിൻ്റെ റിയൽ പാർട്ട് എന്ന് പറയുന്നത് ഇറ്റ് സെൽഫ് ആയിരിക്കും. ഓക്കെ, അതാണ് അടുത്ത ടേമിൽ വന്നത്. നെക്സ്റ്റ് ടേമിൽ നമുക്ക് പി ഓഫ് എക്സ് സ്ക്വയർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഒരു പി ഓഫ് എക്സ് സ്ക്വയർ ഉണ്ട്. അടുത്ത ടേം മൈനസ് 2 പി ഓഫ് എക്സ് സ്ക്വയർ ആണ്. അത് ക്യാൻസൽ ചെയ്യുമ്പോഴാണ് മൈനസ് പി ഓഫ് എക്സ് സ്ക്വയർ ആയത്. പ്ലസ് ലാംഡയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പി ഓഫ് വൈ സ്ക്വയർ ആയി മാറി. മൈനസ് ടേം ലെഫ്റ്റിലേക്ക് വരുമ്പോൾ പി ഓഫ് എക്സ് സ്ക്വയർ ലെസ് ദാൻ ഈക്വൽ പി ഓഫ് എക്സ് സ്ക്വയർ അല്ല, പി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ് ആക്ച്വലി. ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് എക്സ് ഹോൾ റേസ് ടു 4 ഇൻറ്റു പി ഓഫ് വൈ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് വൈ വിത്ത് എക്സ് ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പോൾ അതിനെ നമുക്ക് ലെഫ്റ്റിലേക്ക് എടുക്കും. അപ്പോൾ പി ഓഫ് എക്സും ക്യാൻസൽ ചെയ്യാം. ദെർഫോർ ഡിനോമിനേറ്റർ ലെഫ്റ്റിലേക്ക് വരുന്നു. ദാറ്റ് മീൻസ് മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് വൈ വിത്ത് എക്സ് ഹോൾ സ്ക്വയർ ലെസ് ആർ ഈക്വൽ ടു പി ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു പി ഓഫ് വൈ സ്ക്വയർ ആയി മാറുന്നു. പക്ഷേ ഇന്നർ പ്രൊഡക്റ്റ് വൈ വിത്ത് എക്സ് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് നമ്പറാണ്. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡ് എന്ന് പറയുന്നത് അതിൻ്റെ കോൺജുഗേറ്റിൻ്റെ മോഡിന് ഈക്വലാണ്. അപ്പോൾ വൈ വിത്ത് എക്സ് എന്ന് പറഞ്ഞാലും അതിൻ്റെ കോൺജുഗേറ്റ് എന്ന് പറയുന്നതും എൻ്റെ കാര്യത്തിൽ സെയിം റിസൾട്ടാണ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് വൈ വിത്ത് എക്സിൽ സ്ക്വയർ കട്ട് ചെയ്യുമ്പോൾ ലെസ് ദാൻ ഈക്വൽ ടു പി ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് വൈ. ബട്ട് മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് വൈ വിത്ത് എക്സ് അതിൻ്റെ കോൺജുഗേറ്റ് ആണ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് വൈ എന്ന് പറയുന്നത്. കോൺജുഗേറ്റിനും സെയിം മോഡുലസ് ആണ്. ദെർഫോർ മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് വൈ ലെസ് ദാൻ ഈക്വൽ ടു പി ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് വൈ. ദെർഫോർ മോഡുലസ് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് വൈ ലെസ് ദാൻ ഈക്വൽ ടു ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എക്സ് റേസ് ടു 1/2 ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് വൈ റേസ് ടു 1/2 എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് അടുത്തൊരു കേസ് പ്രൂവ് ചെയ്യേണ്ടത് എക്സും വൈയും ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ഈക്വാളിറ്റി കിട്ടണമെന്നാണ്.
അല്ലേ? സപ്പോസ് ഞാൻ എക്സും വൈ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഈസ് എ സ്കേലാർ മൾട്ടിപ്പിൾ ഓഫ് വൈ ആയിരിക്കും. ദാറ്റ് മീൻസ് ദർ ഈസ് എ കോംപ്ലക്സ് നമ്പർ ലാംഡ സച്ച് ദാറ്റ് എക്സ് ക്യാൻ ബി റിട്ടേൺ ആസ് ലാംഡ ഇൻറ്റു വൈ. ഇനി മുകളിലുള്ള ഇൻഇക്വാളിറ്റിയിൽ നമുക്ക് 0 വരുമോ ഇല്ലയോ നോക്കാം. അത് നോക്കുന്നതിന് വേണ്ടിയിട്ട് എടുക്കുന്നു. എക്സ് ഈക്വൾ ടു ലാംഡ വൈ ആണെങ്കിൽ ഇന്നപ്പുറത്ത് എക്സ് മൈനസ് വൈ വിത്ത് എക്സ് മൈനസ് വൈയുടെ വാല്യൂ എക്സ് മൈനസ് ലാംഡ വൈയുടെ വാല്യൂ 0 ആണ്. അപ്പോൾ ഇന്നപ്പുറത്ത് 0 വിത്ത് 0യുടെ വാല്യൂ 0 ആയിരിക്കും. അതുകൊണ്ടാണ് ഇഫ് ആൻഡ് ഓൺലി 0 ഈക്വൾ ടു എക്സ് മൈനസ് ലാംഡ വിത്ത് എക്സ് മൈനസ് ലാംഡ എന്ന് പറഞ്ഞത്. പക്ഷേ അതിൻ്റെ വാല്യൂ മുകളിൽ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പി ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 2 ടൈംസ് റിയൽ പാർട്ട് ഓഫ് ലാംഡ ഇൻറ്റു ഇന്നപ്പുറത്ത് വൈ വിത്ത് എക്സ് പ്ലസ് മോഡ് ലാംഡ സ്ക്വയർ ഇൻറ്റു പി ഓഫ് വൈ സ്ക്വയർ നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിൽ കട്ട് ചെയ്യുന്നുള്ള ഏരിയകളൊക്കെ നമ്മൾ എടുക്കുന്നു. അപ്പോൾ നമുക്ക് അതിനകത്ത് ഈക്വാളിറ്റിയാണ് ഇപ്പോൾ ഇവിടെ കിട്ടുന്നത്. അപ്പോൾ മോഡുലസ് ഓഫ് ഇന്നപ്പുറത്ത് എക്സ് വിത്ത് വൈ ഈക്വൽ ടു പി ഓഫ് എക്സ് ഇൻറ്റു പി ഓഫ് വൈ. അപ്പോൾ ഇത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആയിട്ടാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ ഇക്വാളിറ്റി ഒക്കെ അറിയും, ഇക്വാളിറ്റി ഒക്കെ അറിയുകയാണെങ്കിൽ ഡിപ്പെൻഡൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ ഈസി ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. ഇനി ഇവിടെ ഇങ്ങനെ ഈ പി ഓഫ് എക്സിന് അടുത്തുള്ള ഈ വാല്യൂ ഇതൊരു നോമാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. അതായത് നോം എക്സ് ഇസ് ഈക്വൽ ടു പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നോമിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. നോം ഈസ് എ ഫംഗ്ഷൻ ഫ്രം വേർ ടു വേർ എക്സ് ഇൻറ്റു ആർ ആണ്. അതിനോട് എക്സിന് പകരം ഇവിടെ എച്ച് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് പി ഓഫ് എക്സ് എന്ന് പറയുന്ന പി എന്ന ഫംഗ്ഷൻ എച്ചിൽ നിന്ന് ആറിലേക്കാണ്. ഇനി അതിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ നോൺ നെഗറ്റിവിറ്റി ഉണ്ട്, കാരണം ഇന്നർ പ്രൊഡക്റ്റിൻ്റെ നോൺ നെഗറ്റിവിറ്റി പ്രകാരം നോൺ നെഗറ്റിവിറ്റി ഉണ്ട്. ഇനി പി ഓഫ് എക്സ് 0 ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇന്നർ പ്രൊഡക്റ്റ് ഈക്വൾ ടു 0. ഇനി ഇന്നർ പ്രൊഡക്റ്റ് വാല്യൂ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് വൈ 0 ആണെങ്കിൽ എക്സ് ഈക്വൾ ടു 0 എന്ന് ഇന്നർ പ്രൊഡക്റ്റിൻ്റെ ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ്. ഇനി അടുത്ത് പ്രൂവ് ചെയ്യേണ്ടത് സ്കാലാർ പ്രോപ്പർട്ടിയാണ്. പി ഓഫ് മോഡുലസ് ഓഫ് നോം ഓഫ് ലാംഡ എക്സ് ഇസ് ഈക്വൽ ടു മോഡ് ലാംഡ ഇൻറ്റു നോം എക്സ് എന്നാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇവിടെ പി ഓഫ് ലാംഡ എക്സ് ഇസ് ഈക്വൽ ടു ഇന്നപ്പുറത്ത് ലാംഡ എക്സ് വിത്ത് എക്സ് ഹോൾ റേസ് ടു 1/2 സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. അപ്പോൾ നമുക്ക് ആർ എച്ച് എസിൽ ഇന്നപ്പുറത്ത് ലാംഡ എക്സ് വിത്ത് ലാംഡ എക്സ് ആയിരിക്കും. ലാംഡയും രണ്ട് ടേമിൽ നിന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ ലാംഡ ഇൻറ്റു ലാംഡ കോൺജുഗേറ്റ് ഇൻറ്റു ഇന്നപ്പുറത്ത് എക്സ് വിത്ത് എക്സ്. പക്ഷേ ലാംഡ ഇൻറ്റു ലാംഡ കോൺജുഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഇൻറ്റു സെറ്റ് കോൺജുഗേറ്റ് ഈക്വൽ ടു മോഡ് സെറ്റ് സ്ക്വയർ ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി രണ്ട് സൈഡും സ്ക്വയറിങ് വാല്യൂസ് കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പി ഓഫ് ലാംഡ എക്സ് ഇസ് ഈക്വൽ ടു മോഡ് ലാംഡ ഇൻറ്റു ഇന്നപ്പുറത്ത് എക്സ് എക്സ് റൈസ് ടു 1/2. ദാറ്റ് ഈസ് മോഡ് ലാംഡ ഇൻറ്റു പി ഓഫ് എക്സ് എന്ന് കിട്ടും. അപ്പോൾ സ്കാലാർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നു. നെക്സ്റ്റ് വി ഹാവ് ടു പ്രൂവ് ദി ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി. നൗ കൺസിഡർ എക്സ് ആൻഡ് വൈ ആർ 2 points in the space H and p of x plus y the whole square equal to, by the definition of p of x is inner product x plus y with x plus y. അതിൽ ലീനിയാരിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് വിത്ത് എക്സ് പ്ലസ് എക്സ് വിത്ത് വൈ പ്ലസ് വൈ വിത്ത് എക്സ് പ്ലസ് വൈ വിത്ത് വൈ. എക്സ് വിത്ത് എക്സ് പറഞ്ഞാൽ പി ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ആണ്. വൈ വിത്ത് വൈ എന്ന് പറയുന്നത് പി ഓഫ് വൈ ഹോൾ സ്ക്വയർ ആണ്. മറ്റ് രണ്ട് വാല്യൂസ് ഒന്നുണ്ട്, ഒന്നൊന്നിൻ്റെ കോൺജുഗേറ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ സെറ്റ് പ്ലസ് സെറ്റ് കോൺജിൻ്റെ വാല്യൂ 2 times റിയൽ പാർട്ടാണ്. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നിങ്ങൾക്കറിയാം റിയൽ പാർട്ട് ഈസ് ആൾവേസ് ലെസ് ആർ ഈക്വൾ ടു നോം ആണെന്ന് നമുക്ക് പഠിച്ചിട്ടുണ്ട്, മോഡുലസ് ആണെന്ന് പഠിച്ചിട്ടുണ്ട് കോംപ്ലക്സ് നമ്പറിന്. കാരണം റിയൽ സെഡ് ലെസ് ആർ ഈക്വൾ ടു മോഡ് സെഡ് എന്നുള്ള പ്രോപ്പർട്ടി അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ 2 times മോഡ് ഇന്നപ്പുറത്ത് എക്സ് വിത്ത് വൈ ആയി മാറും മിഡിൽ ടേം. ഓക്കെ, അപ്പോൾ അവിടെ ലെസ് ആർ ഈക്വൾ ടു വരും, കാരണം റിയൽ പാർട്ട് ഈസ് ആൾവേസ് ലെസ് ആർ ഈക്വൾ ടു മോഡുലസ് ആയതുകൊണ്ടാണ് അവിടെ ഒരു ലെസ് ആർ ഈക്വൾ ടു കൊടുത്തത്. ഓക്കെ, ഇനി അടുത്ത ടേമിൽ ഇക്വാളിറ്റിയാണ്. പി ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 2 times കോഷീസ് കോസ് ഇൻഇക്വാലിറ്റി അവിടെ അപ്ലൈ ചെയ്തു. ഇന്നപ്പുറത്ത് എക്സ് എക്സ് റേസ് ടു 1/2 ഇൻറ്റു ഇന്നപ്പുറത്ത് വൈ വൈ റേസ് ടു 1/2 പ്ലസ് പി ഓഫ് വൈ സ്ക്വയറായി മാറി. അപ്പോൾ ആക്ച്വലി ഇതെന്താണ്? പി ഓഫ് എക്സ് പ്ലസ് പി ഓഫ് വൈ ഹോൾ സ്ക്വയർ ആണ്. Therefore പി ഓഫ് എക്സ് പ്ലസ് വൈ the whole square equal to പി ഓഫ് എക്സ് പ്ലസ് വൈ ലെസ് ആർ ഈക്വൾ ടു പി ഓഫ് എക്സ് പ്ലസ് പി ഓഫ് വൈ എന്ന് കിട്ടുന്നു. ദാറ്റ് മീൻസ് പി സാറ്റിസ്ഫൈസ് ദി ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി. അപ്പോൾ ഈ 3 പ്രോപ്പർട്ടികളിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഈ പി എന്ന് പറയുന്ന ഒരു നോമാണ്, ഇത് ഗീവൺ സ്പേസിലെ നോമാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്താണ് ഹിൽബർട്ട് സ്പേസ് എന്നുള്ളതാണ്. ഒരു സ്പേസിനെ നമുക്ക് ഹിൽബർട്ട് എന്ന് പറയണമെങ്കിൽ ആ സ്പേസിൻ്റെ ആദ്യം ഇന്നർ സ്പേസ് ആയിരിക്കണം. ആ ഇന്നർ പ്രൊഡക്റ്റിൽ നിന്ന് കിട്ടുന്ന നോം തൊട്ട് മുന്നേ പഠിച്ച പി ഓഫ് എക്സിനെ നമ്മൾ ഹിൽബേഷ്യൻ നോം എന്നാണ് വിളിക്കുക. ഈ ഹിൽബേഷ്യൻ നോം വെച്ചുകൊണ്ട് ഗിവൺ സ്പേസ് കംപ്ലീറ്റ് ആവുക. ദാറ്റ് മീൻസ് എച്ച് ഈസ് എ ഹിൽബർട്ട് സ്പേസ് മീൻസ് ഇറ്റ് ഈസ് ആൻ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആൻഡ് ഇറ്റ് ഈസ് കംപ്ലീറ്റ് വിത്ത് റെസ്പെക്ട് ടു ദി ഹിൽബേഷ്യൻ നോം. കംപ്ലീറ്റ് മീൻസ് എവരി കോഷി സീക്വൻസ് ഈസ് കൺവേർജ്. അപ്പോൾ അതിന് 2-3 എക്സാമ്പിളുകളുണ്ട്. എല്ലാ ഫൈനൈറ്റ് ഡയമെൻഷണൽ സ്പേസസും അപ്പോൾ CN, RN, KN ഇതെല്ലാം വിത്ത് റെസ്പെക്ട് ടു ഹിൽബേഷ്യൻ നോം കംപ്ലീറ്റ് ആയിരിക്കും. Therefore they are ഹിൽബർട്ട് സ്പേസസ്. അതുപോലെ തന്നെ L2 സ്പേസ് കംപ്ലീറ്റ് ആയിരിക്കും, ക്യാപിറ്റൽ L2 സ്പേസും കംപ്ലീറ്റ് ആയിരിക്കും. ഓക്കെ, L2 സ്പേസിലെ സ്മോൾ L2 സ്പേസിലെ നോം ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോം എക്സ് ഇസ് ഈക്വൾ ടു സിഗ്മ ജെ ഈക്വൾ ടു 1 to infinity മോഡ് എ ജെ സ്ക്വയർ ഹോൾ റേസ് ടു 1/2 വേർ എക്സ് ഈസ് ദി സീക്വൻസ് A1 A2 എക്സെട്ര ഇൻ L2. ഓക്കെ, 2 സമ്പിൾ സീക്വൻസ് ആണ് എക്സ് എന്ന് ആലോചിക്കുക.
ഇതുപോലെ ക്യാപിറ്റൽ L2 സ്പേസിൽ നമുക്ക് 2 ഇൻ്റഗ്രബിൾ ഫംഗ്ഷൻസ് ആണ്. അതിൽ നോം എഫ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ a to b mod f സ്ക്വയർ dt അല്ലെങ്കിൽ എന്ന രൂപത്തിലായിരിക്കും വരിക. ഓക്കെ, അത് പിന്നീട് വരുന്നുണ്ട്. ഇനി എന്താണ് ഓർത്തോഗണൽ വെക്റ്റർ? ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിലെ 2 വെക്റ്റേഴ്സിനെ ഓർത്തോഗണലാണെന്ന് പറയണമെങ്കിൽ അവരുടെ ഇന്നർ പ്രൊഡക്റ്റ് വാല്യൂ 0 ആയാൽ മതി. അപ്പോൾ 0 എന്ന് പറയുന്നത് എല്ലാവരുമായിട്ട് ഓർത്തോഗണലായിരിക്കും. കാരണം ഇന്നർ പ്രൊഡക്റ്റ് 0 വിത്ത് വൈയുടെ വാല്യൂ 0 ആണ്. അതുപോലെ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് 0യുടെ വാല്യൂം 0 ആണ്. അപ്പോൾ 0 എല്ലാ വെക്റ്റേഴ്സിനും, അതായത് ഒറിജിൻ എല്ലാ വെക്റ്ററിനും ഓർത്തോഗണലായിരിക്കും. ഇപ്പോൾ 2 ഡയമെൻഷണൽ സ്പേസിൽ എക്സ് ആക്സിസും വൈ ആക്സിസും ഓർത്തോഗണലായിരിക്കും. അല്ലെങ്കിൽ 45 ഡിഗ്രിയും 135 ഡിഗ്രി ലൈൻസ് അവർ പരസ്പരം ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ എന്നുള്ള അർത്ഥം കൂടിയുണ്ട്. ഓക്കെ, താങ്ക് യു.